ഒമാനിലൊരു കമ്പനിയിൽ 900 വർക്കേഴ്സ് ഉണ്ട്. അതിലൊട്ട് ഭൂരിഭാഗവും ഇന്ത്യക്കാരാണ്. അവരുടെ ആരുടെയും കയ്യിൽ വാലിഡ് ആയിട്ടുള്ള വർക്ക് പെർമിറ്റ് ഇല്ല. ആരുടെയും കയ്യിൽ അവരുടെ പാസ്പോർട്ട് ഇല്ല. ഒരു ദിവസം ശരാശരി 50 ലേബർ കേസസ് ഓരോ ഇന്ത്യൻ എംബസികളിലും വരുന്നുണ്ടെന്നുള്ളത് എൻ്റെ കയ്യിൽ RT ഇരിപ്പുണ്ട്. 50 വരുമ്പോൾ 500 വരാതെ വെളിയിൽ പോകും. കാരണം ഹാർട്ട് ഓഫ് ദ സിറ്റിയിലായിരിക്കും എംബസി വരെ ഒരു കംപ്ലയിൻറ്റ് എത്തണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് വേഴ്സാകുമ്പോൾ. അപ്പോൾ ഈ ഇന്ത്യൻ അംബാസിഡേഴ്സും അവരുടെ ഓഫീഷ്യൽസുമാണ് ഇത് അപ്ഡേറ്റ് കൃത്യമായിട്ട് കൊടുക്കേണ്ടത് കേന്ദ്ര സർക്കാർ. വി ആർ ദ ലാർജസ്റ്റ് മൈഗ്രന്റ് സെൻഡിങ് കൺട്രി. നമ്മുടെ വർക്കേഴ്സ് അവിടെ ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കത്തൊന്നുമില്ല. They are not going to run the show without Indians. It's very easy to make money in Gulf when there is kafala and when there is cheap labor available who can be exploited also. പല മലയാളികൾ നടത്തുന്ന ഓർഗനൈസേഷൻ ഈ കുവൈറ്റിൽ ഈ പാസ്പോർട്ട് മേടിച്ച് വെക്കാറുണ്ട്. അതായത് അവരുടെ ട്രാവൽ മൂവ്മെൻറ്റ് ബാൻ ചെയ്യാറുണ്ട്. അത് കോവിഡ് സമയത്ത് അത് ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും ഇപ്പോഴും താങ്കൾക്ക് പേടിയാണ് അവരുടെ പേര് പറയാൻ. താങ്കൾ ഇന്ന് റജി ഇന്ന് മിഡിൽ ഈസ്റ്റിലല്ല, ഒരു രാജ്യത്തല്ല, ഇന്ത്യ എന്ന് പറഞ്ഞൊരു രാജ്യത്താണ്, തിരുവനന്തപുരത്താണ്, ജേർണലിസം ചെയ്യുന്നു, പുസ്തകം എഴുതുന്നു. പക്ഷെ ഇന്നും താങ്കൾക്ക് കഴിയുന്നില്ല. ആരാണ് ഈ പറയുന്ന മുതലാളിമാർ? അവരുടെ പേര് പറയൂ. ആ പേരില്ലാത്തവരാണോ? അല്ല, ലോട്ട് ഓഫ് നെയിംസ് ഉണ്ട്. അല്ല, താങ്കൾ ഇതിനെപ്പറ്റി റിസർച്ച് നടത്തി. ഞാൻ ഇതിനെപ്പറ്റി റിസർച്ച് നടത്തിയില്ല. ഇല്ല, ഞാനത് ആ റിസർച്ച് നടത്തിയ ശേഷം താങ്കൾ പറയുന്നു പലരുടെയും പേര് പറയാൻ ബുദ്ധിമുട്ടാണ്. അതിലെന്ത് ജേർണലിസമാണെന്ന് കൂടെ എന്നെ എനിക്കറിയത്തില്ല, പറഞ്ഞ് മനസ്സിലാക്കിയില്ല. ഇല്ല, ഞാനത് പറയാം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു 5 ലക്ഷം പേര് ഇന്ത്യക്കാർ ബിസിനസ് നടത്തുന്നുണ്ടാവുമെന്ന് പറഞ്ഞല്ലോ. അതിൽ ഭൂരിഭാഗം മലയാളികളാണ്. ഇവർ എല്ലാവരും തന്നെ ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ 1-to-1 കേസസ് ഹാൻഡിൽ ചെയ്യുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇത്തരം പാസ്പോർട്ട്. ഞാനത് സമ്മതിച്ചു. ഈ പറയുന്ന മലയാളികൾ തന്നെയാണ് ഇവിടെ വന്ന് ഇവിടുത്തെ വലിയ രാജാക്കന്മാരായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ വലിയ സ്പോൺസർ ചെയ്ത് കഴിയുന്നത്. ഇവർക്കൊക്കെ പേരുണ്ട്. ഈ പേര് പറയാൻ ഇന്നും താങ്കൾക്ക് പേടിയുടെ അല്ല, എൻ്റെ കയ്യിൽ പ്രോപ്പറായിട്ടുള്ള പ്രൂഫ്സ് ഓരോ കേസസിന് വരുമ്പോൾ മാത്രമേ പേര് പറയാൻ പറ്റത്തുള്ളൂ. എനിക്കിപ്പോൾ പറയാവുന്ന ഒരു പേരെന്ന് പറയുന്നത് വിനോദ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു ലോ കേരള സഭയിൽ. അദ്ദേഹത്തിൻ്റെ കമ്പനി ഒരു സൂപ്പർ മാർക്കറ്റായിരുന്നു. ഇറ്റ് ഗോട്ട് ഇൻ ടു ട്രബിൾ. അറ്റ് ദ ടൈം ആ വർക്കേഴ്സിൻ്റെ കയ്യിൽ, ഇത് 2020 മിഡിലാണ് സംഭവിക്കുന്നത്, അറ്റ് ദ ടൈം ആ വർക്കേഴ്സിൻ്റെ കയ്യിൽ അവരുടെ പാസ്പോർട്ട് കയ്യിലില്ലായിരുന്നു. എൻ്റെ സ്ട്രേറ്റ് ചോദ്യം ഡയറക്റ്റാണ്. യൂസഫ് അലി എന്ന് പറയുന്നയാളുടെ ഈ പറയുന്ന ലുലു ഗ്രൂപ്പ് ഇവിടെ ജോലി ചെയ്യാൻ വരുന്ന എത്രയോ ആളുകളുണ്ട്. അവർ ഇത് പാസ്പോർട്ട് മേടിച്ച് വെക്കാറുണ്ടോ ഇല്ലയോ? അവരുടെ ഓഫീസിൽ മേടിച്ച് വെക്കാറുണ്ടെന്നാണ് അവിടുത്തെ കുട്ടികൾ എന്നോട് പറഞ്ഞിട്ടുള്ളത്. ദ പാസ്പോർട്ട്സ് ആർ നോട്ട് വിത്ത് ദ വർക്കേഴ്സ്. അത് കറക്റ്റാണ്. അതേപോലെ കേരളത്തിൽ നിന്നുള്ള പലരും സൂപ്പർ മാർക്കറ്റ് ബിസിനസ്സും ചെയ്യുന്നവർ ഈ പറയുന്ന ലേബേഴ്സിന് പാസ്പോർട്ട് മേടിച്ച് വെക്കാറുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. അതൊരു നോർമൽ റൂളായിട്ട് പോകുന്നതാണ്. അങ്ങനെ അവർക്കൊരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. വർക്കേഴ്സിനെ ഞങ്ങൾ ക്യാമ്പ് മാറ്റും, വർക്കേഴ്സിനെ ലൊക്കേഷൻ മാറ്റും, സോ വർക്കേഴ്സ് ഈ പാസ്പോർട്ട് മിസ്പ്ലേസ് ചെയ്യും, അതുകൊണ്ട് ഞങ്ങളത് ഓഫീസിൽ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. എനിക്കറിയാവുന്ന പല കമ്പനികളും, ഇപ്പോൾ ഈ പറഞ്ഞ കമ്പനികളിലും ഒക്കെ പാസ്പോർട്ടുകൾ ഓഫീസുകളാണ് സൂക്ഷിക്കുന്നത്. പക്ഷേ ഇത് ഓഫീസിൽ സൂക്ഷിക്കുമ്പോൾ പോലും ഈ വർക്കറിന് പോലും അറിയത്തില്ല ഇത് എൻ്റെ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഇത് ഫോഴ്സ് ലേബർ ആണെന്ന് ആ വർക്കർ തിരിച്ചറിയുന്നില്ല. ശരിയാണ്, അറബാബ് പറഞ്ഞു, അല്ലെങ്കിൽ മാനേജർ പറഞ്ഞു, സൂപ്പർവൈസർ പറഞ്ഞു എൻ്റെ പാസ്പോർട്ട് സൂക്ഷിച്ചു വെച്ചാൽ, പക്ഷേ തിരിച്ച് നാട്ടിൽ പോകാൻ നേരത്തെ ചോദിക്കുമ്പോൾ അത് കിട്ടാതെ വരുമ്പോഴാണ് നമ്മുടെ അടുക്കൽ അപ്രോച്ച് ചെയ്യുന്നത്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഫ്രീഡം എന്ന് പറയുന്നത് ഫ്രീ മൂവ്മെൻ്റ് ആണ്. അത് റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട് ഗൾഫിൽ. അത് കഫാലയുടെ സൈനാണ്. കഫാലയുടെ ഏറ്റവും വേഴ്സ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യുക എന്നുള്ളത്. അതൊരു ബോണ്ടഡ് ലേബറിലേക്ക് കൊണ്ടുവരിക. എൻ്റെ പാസ്പോർട്ട്, എൻ്റെ ട്രാവൽ ഡോക്യുമെൻറ്റ് മേടിച്ച് നോക്കുമ്പോൾ അവർ പറയുന്ന റീസൺ, നീ ഞങ്ങളുടെ ട്രേഡ് സീക്രട്ട് എടുത്ത് വെളിയിൽ പോകും, നീ തോന്നുമ്പോൾ ഇറങ്ങിപ്പോവും, അത് ഒഴിവാക്കാനാണെന്ന് അവർ പറയും. പക്ഷേ വീണ്ടും പഴയ ചോദ്യത്തിലേക്ക് വരുന്നു. ഈ പറയുന്ന നിയമം, ഇത് നിയമമല്ല, റൂളാണ്. ഈ കഫാല എന്ന് പറയുന്നത് ഒരിടത്ത് എഴുതിയിട്ടുമില്ല, ഒന്നുമില്ല, അതൊരു പ്രാക്ടീസാണ്. അതാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് അവിടെ നിയമമല്ല, അവിടെ റൂളല്ല, പക്ഷെ ഇവരത് ചെയ്യുന്നു. ഫോളോ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ട്. അവർക്കുള്ള ജസ്റ്റിഫിക്കേഷൻ പറയുന്നത് നിങ്ങളത് മിസ്പ്ലേസ് ചെയ്യും, നിങ്ങളുടെ വാലിഡ് ഡോക്യുമെന്റ് പോകുന്ന നേരത്ത് പറഞ്ഞാൽ ഞങ്ങൾ തരുമെന്ന് പറയും. പക്ഷേ ഒട്ടുമിക്ക വർക്കേഴ്സിന് അത് കിട്ടാറില്ല. ഒരു ക്യാമ്പിൽ ഒരു വർക്കറിൻ്റെ കയ്യിലും ഒരു പാസ്പോർട്ടും കയ്യിൽ അവൻ്റെ ലേബർ ക്യാമ്പിൽ അവന് താമസിക്കുന്ന റൂമിൽ ആ അലമാരിക്കകത്ത് വെച്ചിട്ടില്ല ഇതുവരെ. ഞാൻ പലപ്പോഴും ഖത്തറിലും ഒമാനിലും പലയിടത്തും അവൻ കിടക്കുന്നതിൻ്റെ അപ്പുറത്ത് അവൻ്റെ പാസ്പോർട്ടില്ല. ഇറ്റ്സ് വിത്ത് ദ ഓഫീസ്, സൂപ്പർവൈസറിൻ്റെ കയ്യിലായിരിക്കും. അതിനെല്ലാം പിന്നെ ഒരു ഓഫീസ് ചട്ടങ്ങളാണല്ലോ. നിങ്ങൾ പോകുന്നു, അപേക്ഷ കൊടുക്കുന്നു, പോകണം, പാസ്പോർട്ട് തരും. അപ്പോഴാണ് പിന്നെ കാരണങ്ങൾ വരുന്നത്. ഇപ്പോൾ എന്തിനാണ് പോകുന്നത്, ഇപ്പോൾ പോകാൻ പറ്റത്തില്ല, അവിടെ ഓവർ ടൈം വേണം, അത് വേണം, ഇത് വേണം എന്ന് പറയും. ദെൻ ഇറ്റ് ബിക്കംസ് ഇൻ ടു ലേബർ പ്രോബ്ലം, ഗ്രീവൻസസ് ആയി മാറും. ഇപ്പോൾ ഈ പറഞ്ഞ ഒമാനിലൊരു കമ്പനിയിൽ 900 വർക്കേഴ്സ് ഉണ്ട്. അതിലൊട്ട് ഭൂരിഭാഗവും ഇന്ത്യക്കാരാണ്.
അവരുടെ ആരുടെയും കയ്യിൽ വാലിഡ് ആയിട്ടുള്ള വർക്ക് പെർമിറ്റും ഇല്ല, ആരുടെയും കയ്യിൽ അവരുടെ പാസ്പോർട്ടും ഇല്ല. ആൻഡ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾസ് പാസ്പോർട്ട് മൈറ്റ് ഹാവ് എക്സ്പയർഡ് എന്നുള്ളത് അവരെന്നെ വിളിച്ചു പറയും. അവർക്ക് പോലും അറിയത്തില്ല ഇത് എക്സ്പയർ ആയോ ഇല്ലയോ എന്നുള്ളത് പോലും. സോ അതൊരു റെഗുലർ പ്രാക്ടീസാണ്. ബട്ട് വെൻ വി സീ ദറ്റ് എസ് എ മോഡേൺ ഡേ സ്ലേവറി, ബോണ്ടഡ് ലേബർ സിസ്റ്റം, ദേ സീ ഇറ്റ് എസ് എ ജസ്റ്റിഫിക്കേഷൻ ദറ്റ് അത് അവൻ്റെ കൊടുത്ത് അവൻ എവിടെയെങ്കിലും കൊണ്ട് കളയും, പിന്നെ പോകാൻ നേരത്ത് ഞാനത് ഉണ്ടാക്കി കൊടുക്കണം. ഇതാണ് അവർ പറയുന്ന റീസൺ. പക്ഷേ ആ റീസൺ എവിടെ പ്രശ്നമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് വീട്ടിൽ പോകേണ്ട, എൻ്റെ ആവശ്യത്തിന് എനിക്ക് വീട്ടിൽ പോകേണ്ട സമയത്ത് എൻ്റെ പാസ്പോർട്ട് റിലീസ് ചെയ്യത്തില്ല. അപ്പോൾ അവിടെ റൂൾസ് വരും വേറെ. നീ അത്ര നേരം ജോലി ചെയ്ത് തന്നിട്ടില്ല, അത്രയും നേരത്തെ ഓവർ ടൈം നിനക്ക് നീ ചോദിക്കാൻ പറ്റത്തില്ല, നിൻ്റെ എൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റ് അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇതെല്ലാം പിന്നെ പാസ്പോർട്ട് കിട്ടാൻ നേരത്തിന് ഞാൻ ബലി കഴിക്കേണ്ടി വരും. ശരി സാർ, എനിക്ക് വീട്ടിൽ പോകണം, നിങ്ങൾ എൻ്റെ പെൻഡിങ് സാലറി തരണ്ട, എൻ്റെ ഓവർ ടൈം തരണ്ട, എൻ്റെ എൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റ് തരണം, നിങ്ങൾ ആ പാസ്പോർട്ട് തന്നെ ഞാൻ വീട്ടിൽ പോയിക്കണം. അങ്ങനെ വേജ് തെഫ്റ്റ് അനുഭവിച്ച് ഇവിടെ വന്ന് എത്ര പേരുണ്ടെന്നറിയാം. കിട്ടാണ്ടായിരുന്ന ശമ്പളം കളഞ്ഞിട്ട് പാസ്പോർട്ട് മേടിച്ചു. ഇത് പറയുമ്പോഴൊക്കെ ഞാൻ റജിയോട് പറയുന്ന കാര്യമുണ്ട്. ഈ പറയുന്നവർ തന്നെയാണ് ഈ പറയുന്ന പത്മശ്രീയും പത്മഭൂഷണും പുറകെ നടക്കുന്നത്. അതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സർക്കാരുകളും കേന്ദ്ര സർക്കാരാണെങ്കിലും സംസ്ഥാന സർക്കാരാണെങ്കിലും വർക്കേഴ്സിൻ്റെ അടുക്കൽ ആരും സംസാരിക്കുന്നില്ല. ഈ വർക്കേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വർക്കേഴ്സിനെ ടേക്ക് കെയർ ചെയ്യുന്നു ഇവർ അവകാശപ്പെടുന്നു, ജോലി കൊടുക്കുന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഞങ്ങളിവിടെ വഴി നടന്നുകൊണ്ടിരുന്നവന് ജോലി കൊടുത്തു എന്നുള്ള, അങ്ങനെ ദ ലാർജസ്റ്റ് എംപ്ലോയർ എന്നൊക്കെയാണ് പറയുന്നത്, ലാർജസ്റ്റ് ജോബ് കൊടുക്കുന്ന ആളെന്നൊക്കെ. ഇവരെ മാത്രമേ കേൾക്കുന്നുള്ളൂ, അതായത് ടോപ്പ് ലെവലുള്ളവരെ മാത്രമേ കേൾക്കുന്നുള്ളൂ. വർക്കറിൻ്റെ ഗ്രീവിയൻസ് വേറെ. എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം, എംപ്ലോയർ പറയുന്നതല്ല എംപ്ലോയിയുടെ വേർഷൻ. എംപ്ലോയിക്ക് വേറൊരു വേർഷനുണ്ട്. ഈ എംപ്ലോയിയെ കേന്ദ്ര സർക്കാർ പ്രവാസി ഭാരത ദിവസ സമയത്തും കേൾക്കുന്നില്ല, കേരള സർക്കാർ ലോ കേരള സഭയിലും കേൾക്കുന്നില്ല. ഗ്രീവ്ഡ് ആയിട്ടുള്ളൊരു എംപ്ലോയിയുടെ ഒരു വിഷയം ഒരു ഇത്തരം പോഡിയത്തിൽ കേൾക്കുന്നില്ല. അപ്പോൾ ഇവർ വന്ന് പറയുന്ന വേർഷൻ എന്താണ്? ഓൾ ഇസ് വെൽ, വി ആർ ദ ലാർജസ്റ്റ് എംപ്ലോയർ, അവിടെയെല്ലാം നല്ലപോലെ പോകുന്നുണ്ട്, ഇവിടെ 30 ലക്ഷം പേര് 32 ലക്ഷം പേർക്ക് ഇവിടെ തൊഴിലില്ലാതെ ഇരിപ്പുണ്ട്, ഞങ്ങളൊരു 10-28 ലക്ഷം പേര് അവിടെ ഗൾഫിൽ മലയാളികളുണ്ട്, ഇവർക്കൊക്കെ ജോലിയും സ്ഥാപനങ്ങളും ഫാമിലിയൊക്കെ ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ലേ, അത് ഞങ്ങൾ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ ബിസിനസ്സും ഈ മലയാളികൾ ഗൾഫിലും ഇല്ലായിരുന്നെങ്കിൽ കേരളം ഇടിഞ്ഞു പോകത്തില്ലായിരുന്നു എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഓൾ ഇസ് വെൽ എന്ന് പറയുന്ന ആ എംപ്ലോയറിനെ മാത്രമേ ഈ സർക്കാരുകൾ കേൾക്കുന്നുള്ളൂ. ഓൾ ഇസ് നോട്ട് വെൽ എന്ന് പറയുന്ന എംപ്ലോയിയെ കേൾക്കുന്നേ ഇല്ല. അതാണ് വിഷയം, കോർ ഇഷ്യൂ. എന്ന് സർക്കാരുകൾ ഗ്രീവ്ഡ് ആയിട്ടുള്ള അബ്യൂസ്ഡ് ആയിട്ടുള്ള വർക്കറിനെ കേൾക്കുന്നു, അന്നേ ഈ നറേഷൻ മാറത്തുള്ളൂ, അന്നേ ഈ സിറ്റുവേഷൻ ചേഞ്ച് ആകത്തുള്ളൂ. ഈ നറേഷൻ മാറേണ്ടതാണ് ഉദ്ദേശം. ഈ നറേഷൻ മാറ്റാനാണ് ഞാൻ ആ ബുക്ക് എഴുതിയത്. കാരണം ഓൾ ഇസ് നോട്ട് വെൽ എന്നുള്ളതാണ്. ഇതുമായിട്ട് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. മോഡേൺ ഡേ സ്ലേവറി ഉണ്ട്, ബോണ്ടഡ് ലേബർ ഉണ്ട്, ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഉണ്ട്, ലേബർ മൈഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പിറ്റ്ഫോൾസ് ഉണ്ട്. ഈ പിറ്റ്ഫോൾസ് ആരും ഇവിടെ പറയുന്നില്ല. റാക്സ് ടു റിച്ചസിൻ്റെ കേസസ് ഗ്ലോസി മാഗസിനിൽ നമ്മളിവിടെ കാണുന്നുണ്ട്. ഞാനിവിടെ കടയിൽ പോയി എടുത്തുകൊടുപ്പുകാരനായിരുന്നു, ഇപ്പം ഞാൻ 50 സൂപ്പർ മാർക്കറ്റ് ഓൺ ചെയ്യുന്നുണ്ട്, ഞാൻ 15 ഹോസ്പിറ്റൽ ഓൺ ചെയ്യുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്ന കഥകൾ മാത്രമേ നമ്മളിവിടെ കേൾക്കുന്നുള്ളൂ. പക്ഷെ അതല്ല. സാക്രിഫൈസ് ചെയ്ത് ബലി കഴിച്ച് അനാഥരായിട്ട് ഇടനാഴികളിലൂടെ മരുഭൂമിയിൽ കിടന്ന് അവസ്ഥപ്പെട്ട് ജീവിക്കുന്ന, വർക്ക് ചെയ്യുന്ന, അടിമപ്പണി ചെയ്യുന്ന ഒരുപാട് മലയാളികളുണ്ട്. അവരുടെ ആരുടെയും കഥ ഇവിടെ ആരും കേൾക്കുന്നുമില്ല, പറയുന്നുമില്ല. എവരിതിങ് ഈസ് വെൽ എന്നുള്ള നറേഷനിലാണ് ഇവിടുത്തെ സർക്കാരാണെങ്കിലും ശരി, കേന്ദ്ര സർക്കാരാണെങ്കിലും ശരി ചെയ്യുന്നത്. സോ ആ നറേഷൻ മാറാതെ ഒരിക്കലും ഇത് സിറ്റുവേഷൻ ചേഞ്ച് വരത്തില്ല. ഇതിനെ ബേസിക്കലി ഇത് ഇടപെടേണ്ടത് കേന്ദ്ര സർക്കാരാണ്. ആ മൈഗ്രേഷൻ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ സെൻട്രൽ സബ്ജക്റ്റാണ്. അവരാണ് ഇതിൻ്റെ അകത്ത് റൂൾസ് ആൻഡ് ലോസ് കൊണ്ടുവരുന്നത്. അവരാണ് MOU സൈൻ ചെയ്യുന്നത് മറ്റ് സർക്കാരുകളായിട്ട്. അവർ കൃത്യമായിട്ട് ഗ്ലോബൽ ടൂൾസും കൺവെൻഷൻസും സൈൻ ചെയ്യും. അതോടൊപ്പം തന്നെ ഈ ഹോസ്റ്റ് കൺട്രീസ് എന്നാണ് നമ്മൾ പറയുന്നത്. എസ്പെഷ്യലി നമ്മൾ ഈ 6 ഗൾഫ് രാജ്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണം, ജോർദാനിലും. കാരണം അവിടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കഫാല സിസ്റ്റമാണ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ അതിന് 2 പേർക്കും കൂടി ഇരിക്കാവുന്ന, കോമൺ ആയിട്ട് അഗ്രി ചെയ്യാവുന്ന, വർക്കേഴ്സ് റൈറ്റ്സ് ഹോണർ ചെയ്യാവുന്ന ഒരിടത്തേക്ക് ഇത് എത്തിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ക്യാൻ ബി ഡൺ. പക്ഷേ റീഇൻറ്റഗ്രേഷനും ഇവിടുന്ന് പ്രീ ഡിപ്പാർച്ചറും, ഈ പ്രീ ഡിപ്പാർച്ചർ എന്ന് പറയുമ്പോൾ ഇപ്പോഴും ട്രാഫിക്കേഴ്സിൻ്റെ കയ്യിൽ ചെന്ന് പെട്ടിട്ട് 1 ലക്ഷം 1.5 ലക്ഷം കൊടുത്ത് പറ്റിക്കപ്പെടുന്നവരുണ്ട്. ആ പ്രീ ഡിപ്പാർച്ചറിൻ്റെ ഒക്കെ കൃത്യമായ, അതായത് നമ്മൾ പറഞ്ഞ ഫെയർ സേഫ് മൈഗ്രേഷൻ എന്ന് പറയും, ആ മൈഗ്രേഷൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരുകൾക്കാണ്. റജിയോട് അടുത്ത കാര്യം ചോദിക്കട്ടെ. അതായത് ശ്രീ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ശേഷം ഏറ്റവും കൂടുതൽ പ്രാവശ്യം പോയത് മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിലാണ്. അദ്ദേഹം ഈ ക്യാമ്പുകൾ സന്ദർശിക്കുകയും ചെയ്തു. അതൊരു യാഥാർത്ഥ്യമാണ്, അംഗീകരിക്കേണ്ട ഒരു വസ്തുതയാണ്. എന്നിട്ടും ഇതിന് മാറ്റമുണ്ടായില്ല എന്നാണ് താങ്കൾ പറയുന്നത്. ഇല്ല, ഞാൻ ഒരു സ്റ്റേറ്റ് ഹെഡ് അവിടെ പോയിട്ട് വെൽ സെറ്റപ്പ് ആയിട്ടുള്ള ഒരു ക്യാമ്പ് സന്ദർശിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ? അത് പ്രധാനമന്ത്രിയുടെ ജോലിയല്ല അവിടെ പോയി ക്യാമ്പ് സന്ദർശിക്കുക. പ്രധാനമന്ത്രിയുടെ ജോലി എന്ന് പറയുന്നത് അവിടുത്തെ ഇന്ത്യൻ അംബാസഡറിനോട് ഗ്രൗണ്ടിൽ എന്ത് നടക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് അപ്ഡേറ്റ് വാങ്ങിക്കുക എന്നുള്ളതാണ്.
ഒരു ദിവസം ശരാശരി 50 കേസ് ലേബർ കേസസ് ഓരോ ഇന്ത്യൻ എംബസികളിലും വരുന്നുണ്ടെന്നുള്ളത് എൻ്റെ കയ്യിൽ RT ഇരിപ്പുണ്ട്. 50 വരുമ്പോൾ 500 വരാതെ വെളിയിൽ പോകും. കാരണം ഹാർട്ട് ഓഫ് ദ സിറ്റിയിലായിരിക്കും എംബസി വരെ ഒരു കംപ്ലയിൻറ്റ് എത്തണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് വേഴ്സ് ആകുമ്പോൾ. അപ്പോൾ ഈ ഇന്ത്യൻ അംബാസഡേഴ്സും അവരുടെ ഓഫീഷ്യൽസുമാണ് ഇത് അപ്ഡേറ്റ് കൃത്യമായിട്ട് കൊടുക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്. അല്ലാതെ പ്രധാനമന്ത്രി മോഡി പോയിട്ട് AC ഉള്ള ഒരു ക്യാമ്പിലും സ്വിമ്മിംഗ് പൂളുള്ള ഒരു ക്യാമ്പിലും എംബഡഡ് ജേർണലിസം ചെയ്യുന്ന പോലെ അവിടെ പോയി കണ്ടിട്ടൊന്നും ഒരു കഥയില്ല. സോ ഹീ ഷുഡ് ടേക്ക് സ്റ്റോക്ക് ഫ്രം ദ നോട്ട്സ് ഫ്രം ദ ഇന്ത്യൻ എംബസീസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഓൺ ദ ഗ്രൗണ്ട്. ട്രൂത്ത് എടുക്കണം. അതെടുത്തിട്ട് ആ ഹോസ്റ്റ് കൺട്രീസിൻ്റെ ഗവൺമെൻറ് ഹെഡ്സുമായിട്ട് സംസാരിക്കണം. അത്തരം വേദികൾ ഉണ്ടാകുന്നുണ്ട്, ഇന്ത്യൻ ഗവൺമെൻറ് പോകുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. കുറച്ചുകൂടെ പ്രോ ആക്റ്റീവ് ആവണം, കുറച്ചുകൂടെ റൈറ്റ്സ് റെസ്പെക്ട് ചെയ്യാമെന്ന് ഡിമാൻഡ് ചെയ്ത് വാങ്ങിക്കണം. വി ആർ ദ ലാർജസ്റ്റ് മൈഗ്രൻറ്റ് സെൻഡിങ് കൺട്രി. നമ്മുടെ വർക്കേഴ്സ് അവിടെ ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കത്തൊന്നുമില്ല. ദേ ആർ നോട്ട് ഗോയിങ് ടു റൺ ദ ഷോ വിത്തൗട്ട് ഇന്ത്യൻസ്. ദേ നീഡ് അസ്. നമ്മുടെ സ്കിൽസ് ഉണ്ട്, നമുക്ക് നല്ലപോലെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് നമ്മളെ വേണം. സോ വി ഷുഡ് ബി ഇൻ എ ഡിമാൻഡിങ് പൊസിഷൻ. താങ്കൾ ഇതിനെപ്പറ്റി ഈ പറയുന്ന ഇമിഗ്രൻ്റ് ലേബേഴ്സിനെ മൈഗ്രൻ്റ് ലേബേഴ്സിനെ പറ്റിയൊക്കെ റിസർച്ച് ചെയ്തിട്ടുണ്ട്, ഇതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട്. ഒരു വർഷം എത്ര ലക്ഷം പേരാണ് ഇന്ത്യയിൽ നിന്ന് ഡോക്യുമെൻറ്റേഷൻ ഒന്നും ഇല്ലാതെ ഇതിന് പോകുന്നത്? ഈ കാലഘട്ടത്തിൽ അങ്ങനെ പോകുന്നൊരു കുറവാണ്. ഈ കാലം വളരെ കുറവാണ്. ഡോക്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ പാസ്പോർട്ട് ഇല്ലാതെ നമുക്ക് ഇവിടുന്ന് ഒരു എയർപോർട്ടിലേക്കും ബോർഡ് ചെയ്യാൻ പറ്റില്ല. സോ യു ആർ ഡോക്യുമെൻറ്റഡ്. ബട്ട് ഡോക്യുമെൻറ്റേഷനുമായിട്ട് അവിടെ പോയതിന് ശേഷം അൺഡോക്യുമെൻറ്റഡ് ആകാനുള്ള ചാൻസസ് ഭയങ്കരമായിട്ട് കൂടുതലാണ്. അതിൻ്റെ റീസൺ എന്ത്? അതിൻ്റെ റീസൺ കഫാല സിസ്റ്റം മാത്രമാണ്. നിങ്ങൾ ഒരു വർക്കറായിട്ട് അവിടെ പോയി കഴിയുമ്പോൾ വെൻ യു ആർ നോട്ട് ഇൻ ഗുഡ് ടേംസ് വിത്ത് യുവർ എംപ്ലോയർ, ദ എംപ്ലോയിയർ ഹാസ് ഓൾ ദ ബെനിഫിറ്റ്, അല്ലെങ്കിൽ അയാൾക്ക് അതിൻ്റെ അകത്തുള്ള ക്ലൗട്ട് ഉണ്ട്. ഇത് എന്തെങ്കിലും ചെയ്താണ് ഇയാൾ അൺഡോക്യുമെൻറ്റഡ് ആക്കി കഴിഞ്ഞാൽ അത് ആ കഫാല സിസ്റ്റം മാറാതെ ഈ അൺഡോക്യുമെൻറ്റൻസി എന്നുള്ളത് മാറില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോവിഡിൻ്റെ സമയത്ത് പോലും ആദ്യ സമയത്ത് അൺഡോക്യുമെൻറ്റഡ് ആയിട്ടുള്ള മൈഗ്രൻ്റ് വർക്കേഴ്സിന് ഈ വാക്സിൻ കൊടുക്കുന്നതിന് അത്ര തയ്യാറല്ലായിരുന്നു ഒരു രാജ്യങ്ങളും. പിന്നെ ഗ്ലോബൽ CSOs എല്ലാം കൂടി സംസാരിച്ചപ്പോൾ പറഞ്ഞു ഓൾ ഈസ് നോ വൺ ഈസ് സേഫ് ടിൽ എവരി വൺ ഈസ് സേഫ് എന്നുള്ള സ്ലോഗൻ പിടിച്ചപ്പോൾ അവർ പറഞ്ഞു ഓക്കെ എല്ലാവരും വന്ന് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ അപ്പോഴും അൺഡോക്യുമെൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ പോയിട്ട് ഇത് ചെയ്യത്തില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ കുടുങ്ങും, ഞങ്ങളെ ട്രാക്ക് ചെയ്യും. ഏതെങ്കിലും ഒരു ഫോൺ നമ്പർ വഴി ഈ ആപ്പ് എടുത്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമ്മളെ ട്രാക്ക് ചെയ്യും. സോ യു ഗെറ്റ് ട്രാപ്ഡ്. ഈ അൺഡോക്യുമെൻറ്റഡ് ആയി കഴിയുമ്പോഴത്തെ പ്രോബ്ലം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കൊല്ലം അൺഡോക്യുമെൻറ്റഡ് ആയിട്ട് ഓവർ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ റുപ്പീസിൽ 1.25 ലക്ഷം രൂപ നിങ്ങൾ ഫൈൻ അടയ്ക്കണം. ആ ഫൈന് ജോലിയും പ്രോപ്പർ ഷെൽട്ടറും ഫുഡും ഇല്ലാതിരിക്കുന്ന ഒരു വർക്കർ എങ്ങനെയാണ് ഈ ഫൈൻ അടയ്ക്കുന്നത്? സോ ഹീ വിൽ വെയിറ്റ് ഫോർ എൻ ആംനസ്റ്റി. അങ്ങനെ ഒരു ആംനസ്റ്റി 2 കൊല്ലം 2.5 കൊല്ലം 3 കൊല്ലം കൂടുമ്പോഴൊക്കെ എല്ലാ രാജ്യങ്ങളും ഈ പൊതുമാപ്പ് എന്ന് പറഞ്ഞൊരു സംവിധാനം പ്രഖ്യാപിക്കും. അതെന്ന് പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഓവർ സ്റ്റേയിങ് ഫൈൻ കൊടുക്കാൻ നിങ്ങൾക്ക് ഇറങ്ങിപ്പോരാൻ പറ്റും. നിങ്ങൾക്കൊരു ടിക്കറ്റ് മാത്രം എടുത്ത് ആ ടിക്കറ്റ് ചില CSOസും എംബസി എല്ലാം കൂടി സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഒരു കണക്കനുസരിച്ചിട്ട് 2.5 ലക്ഷം പേരെങ്കിലും ഓരോ അറബ് രാജ്യത്തു നിന്നും ഓരോ ആംനസ്റ്റി ഉപയോഗിച്ചിട്ട് വെളിയിൽ പോകുന്നുണ്ട്. അതിൽ ഭൂരിഭാഗം ആൾക്കാരും ഇന്ത്യൻസും ബംഗ്ലാദേശീസും ആയിരിക്കും അൺഡോക്യുമെൻറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. അൺഡോക്യുമെൻറ്റഡ് ആകുമ്പോൾ ഉള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഹെൽത്ത് ആക്സസ് ഇല്ല. നിങ്ങൾക്ക് ഇക്കാമയോ വാലിഡ് റെസിഡൻറ്റ് കാർഡോ പാസ്പോർട്ടോ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ഒരു അഡ്മിഷൻ പോലും കിട്ടത്തില്ല. സോ വാട്ട് എവർ എയിൽമെൻറ്റ് നിങ്ങൾക്ക് വന്നാലും നിങ്ങൾക്ക് കയറാൻ പറ്റത്തില്ല. പോലീസ് ആക്സസ് ഇല്ല, യു വിൽ ഗെറ്റ് അറസ്റ്റഡ്. ലീഗൽ ആക്സസ് ഇല്ല, യു വിൽ ബി ക്വസ്റ്റ്യൻ. കോൺസുലർ ആക്സസ് ഇല്ല. ഇനി ഇന്ത്യൻ ആണെന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ എംബസി ചെന്ന് കഴിയുമ്പോൾ ഇന്ത്യൻ എംബസി ആദ്യം ചോദിക്കുന്നത് പഴയ പാസ്പോർട്ടിൻ്റെ കോപ്പി ഇതാ, പഴയ ഇക്കാമയുടെ കോപ്പി ഇതാ. ഇതൊന്നും കയ്യിലില്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യും? ഒരിക്കലും ഒരു കുട്ടിയും ഒരു അമ്മയും 6 വയസ്സുള്ള ഒരു ഇന്ത്യൻ കുട്ടിയും ആ കുട്ടിയുടെ അമ്മ മലയാളി ലിവിങ് ടുഗദറിൽ ഉണ്ടായതാണ് ഈ കുട്ടി. ആ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഫാദർ ഓഫ് ദ ചൈൽഡ് ഒരു മലയാളിയായിരുന്നു. ഹി വാസ് ഇൻ ടു ഇല്ലീഗൽ ലിക്വർ ഡിസ്ട്രിബ്യൂഷൻ, ഡിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇവർ അൺഡോക്യുമെൻറ്റഡ് ആയിരുന്ന സമയത്താണ് ഈ കുട്ടിയെ പ്രസവിച്ചത്. അത് ഹോട്ടൽ കമ്പാഷനേറ്റ് ആയിട്ട് ഒരു മലയാളി ഹോസ്പിറ്റലിൽ തന്നെ പ്രസവം നടത്തി. 2 ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടിയെ തള്ളെ ഇറക്കി വിട്ടു. ഇവർ വെളിയിൽ പോയി. 6 വയസ്സായപ്പോഴാണ് എൻ്റെ കിട്ടുന്നത്. ഈ കുട്ടിയെ കൊണ്ട് ഞാൻ എംബസി ചെന്നപ്പോൾ പറഞ്ഞു ഈ സ്ത്രീ ഇന്ത്യൻ ആണെന്ന് കണ്ടെത്താൻ നമുക്ക് പറ്റും റജി, ബിക്കോസ് നമുക്ക് വില്ലേജ് ഓഫീസ്, താലൂക്ക് ഓഫീസ്, കളക്ടർ വഴി, റിലേറ്റീവ്സ് വഴി നമുക്കൊരു പേപ്പർ അറേഞ്ച് ചെയ്യാൻ പറ്റും. സമ്മതിച്ചു. റജി, ആ പഴയ ടോപ്പിക്കിലോട്ട് പോവാം. നമ്മൾ സംസാരിച്ച് അതായത് കേരളത്തിലുള്ള വളരെ സെലിബ്രിറ്റികളായ NRI പണക്കാർ, അതായത് ഈ പറയുന്ന രവി പിള്ള ഉൾപ്പെടെ പലരും, ഇവരുടെയൊക്കെ മേജർ ജോലി എന്ന് പറയുന്ന ലേബറിന് മാൻ പവർ എക്സ്പോർട്ടാണ്. കേരളത്തിലുള്ള മലയാളികൾ അധികവും പേരും പണം ഉണ്ടാക്കിയത് ഈ പറയുന്ന മാൻ പവർ എക്സ്പോർട്ടാണ്. അവർക്കിപ്പോൾ ഡൽഹിയിലും ഓഫീസ്, എല്ലായിടത്തും ഓഫീസുണ്ട്. ബേസിക്കലി ഈ പാവം പിടിച്ചവനെ പിഴിയുക. റീസെൻ്റ്ലി രവി പിള്ളയ്ക്ക് സ്റ്റേക്കുള്ള ബഹ്റൈനിൽ ഓയിൽ കമ്പനിയിൽ, ഗവൺമെൻറ്റിൻ്റെയും എന്തൊക്കെ സ്റ്റേക്കുള്ള ഒരു ഓയിൽ കമ്പനിയിൽ ഒരു 1.5 months ago ഒരു ബിഗ് പ്രൊട്ടസ്റ്റ് നടന്നു. അപ്പോൾ അതിൽ ബീഹാറി വർക്കേഴ്സും ഇന്ത്യൻ വർക്കേഴ്സും മലയാളി വർക്കേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് അത് ഭയങ്കര ഗോറിയായിപ്പോയി. കാരണം പോലീസ് അടിച്ചു, ചോര ഒലിച്ച ഷർട്ട് തൊട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ കണ്ടു.
സ്ട്രൈക്ക് 2-3 ദിവസം തുടർന്നു. അവസാനം പിന്നെ ബഹ്റൈൻ ഗവൺമെൻറ് നേരിട്ട് ഇടപെട്ടിട്ട് ഞാൻ കണ്ട ഒരു സ്റ്റേഡിയത്തിൽ എങ്ങനെ ഒരു 10,000 പേർക്ക് ഇരിക്കാൻ പറ്റും, അത്രയും പേരെ വെയിലത്തിരുത്തി മൈക്കിൽ അനൗൺസ് ചെയ്തിട്ടാണ് ആ സമരം സെറ്റിൽ ചെയ്തത്. സമരം ഉണ്ടായപ്പോൾ ഞാൻ ഇന്ത്യൻ എംബസിയായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ല. സമരം എല്ലാം കഴിഞ്ഞപ്പം ഇന്ത്യൻ എംബസിയുടെ ഒരു പബ്ലിക് നോട്ടീസ് വന്നു, സമരമൊക്കെ സെറ്റിലായി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ സമരത്തിനുള്ള കാരണം എന്ന് പറഞ്ഞത് അൺനാച്ചുറൽ ഡെത്ത്സ് കൂടുതൽ ഉണ്ടാകുന്നു, സേഫ്റ്റി കൺസേൺസ് ഉണ്ടെന്നുള്ളത് പറഞ്ഞിട്ടാണ് കാരണങ്ങളുണ്ടായത്. ഫുഡ് പോയ്സണിങ് ഇഷ്യൂസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷേ ഇഷ്യൂ എന്താണെന്നുള്ളത് ആരും ഒഫീഷ്യലി വെളിയിൽ പറഞ്ഞില്ല. പക്ഷേ വർക്കേഴ്സ് വെയർ ഓൺ ദ സ്ട്രീറ്റ് ഇൻ ദ ക്യാമ്പ്, പ്രൊട്ടസ്റ്റ് ആയിരുന്നു. വർക്കേഴ്സിന് ഒരുപാട് അടിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇപ്പോൾ ഈ ലേബേഴ്സ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞല്ലോ, ഇപ്പോൾ കേരളത്തിൽ നിന്ന് അങ്ങനെ ഈ ബ്ലൂ കളർ വർക്കറായിട്ട് ആൾക്കാർ പോകുന്നൊരു കുറവാണ്, വളരെ കുറവാണ്. കാരണം നമ്മളിപ്പോൾ 2nd, 3rd ജനറേഷനൊക്കെ ആയിട്ട് വി ആർ എഡ്യൂക്കേറ്റഡ്. അപ്പോൾ നമ്മുടെ ഒരു സ്റ്റാറ്റസിന് പറ്റുന്നല്ല. ആൻഡ് വി ആർ നോട്ട് ഓക്കെ വിത്ത് 10,000 സാലറി. ഇന്ത്യൻ റുപ്പീസിൽ 10,000, 12,000 അതിൽ കൂടുതൽ കിട്ടത്തില്ല ഒരു ബ്ലൂ കളർ വർക്കറായിട്ട് പോയി കഴിഞ്ഞാൽ. ദാറ്റ് ഈസ് ദ ടൈം. കാരണം 80 റിയാൽ എന്ന് പറയും, അതിപ്പോൾ 16,000 രൂപയാണ്. 80 ഒമാനി റിയാൽ എന്ന് 16, അതൊരു 12 രൂപ 13 രൂപ കിട്ടുള്ളൂ. അപ്പോൾ ഇപ്പം നിങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റാറ്റിസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ UPയും ബീഹാറുമാണ് കേരളത്തിനേക്കാളും കൂടുതൽ ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ മൈഗ്രൻസിനെ പുറത്തോട്ട് കൊണ്ടുപോകുന്നത്. രാജസ്ഥാൻ. സോ വൈ ഇറ്റ് ഈസ് ബിക്കോസ് അവിടെ കൂടുതൽ അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ട് UPയിലും ബീഹാറിലും. അപ്പോൾ കേരള റേറ്റ് വെച്ചിട്ടല്ല, അവിടെ പോവർട്ടി കൂടുതലാണ്. ആൻഡ് ദേ ആർ നോട്ട് ഏബിൾ ടു അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കിട്ടുന്ന ജോലിക്ക് പോവുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മിനിമം വേജസ് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. പിന്നെ വർക്കേഴ്സ് റൈറ്റ്സ് ഹോണർ ചെയ്യപ്പെടുന്നില്ല. ഇതൊന്നും ഇല്ലെങ്കിൽ, ഒരു ഡീസൻറ്റ് വർക്കിംഗ് കണ്ടീഷൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ ആ എംപ്ലോയി ഹാപ്പി അല്ല. അപ്പോൾ ഇവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ പിന്നെ നമ്മൾ എന്താ പറയേണ്ടത്? ഇവരെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് റിച്ച് ആകുകയാണ് ബാക്കിയുള്ള കമ്പനീസും അതിൻ്റെ ഓണേഴ്സും ഒക്കെ. ഈ ചൈനയെക്കുറിച്ച് എല്ലാവരും പറയും. അതായത് കാർൽ മാർക്സ് പറഞ്ഞ സാധനമുണ്ട്, പ്രോഫിറ്റ് ഇസ് ഓക്കെ, സർപ്ലസ് പ്രോഫിറ്റ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ മാൻ പവർ എക്സ്പ്ലോയിറ്റേഷനിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ചൈന ഇത്രയും കൂടുതൽ ത്രൈവ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് എക്സ്പ്ലോയിറ്റേഷൻ ഡൗൺ ലെവലിലുണ്ട്, ഈ ഡൗൺ ലെവൽ വർക്കർ ലെവലുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഇവിടെ മാൻ പവറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളതും എനിക്ക് മനസ്സിലായിട്ടുള്ളതും. മാൻ പവറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് തന്നെയാണ് അത് ഏത് നാഷണാലിറ്റി ആയിട്ടുള്ള ബിസിനസ് റൺ ചെയ്യുന്നവരാണെങ്കിലും അവിടുത്തെ കഫാല സിസ്റ്റം ഇതിനെ സഹായിക്കുകയും ചെയ്യും. ഇതെല്ലാം കൂടി കൂട്ടിച്ചേർന്ന് പറയുമ്പോൾ ദേ ബിക്കം റിച്ച് ഇൻ എ വെരി സ്മോൾ ടൈം. ഇറ്റ്സ് വെരി ഈസി ടു മേക്ക് മണി ഇൻ ഗൾഫ് വെൻ ദർ ഇസ് കഫാല ആൻഡ് വെൻ ദർ ഇസ് ചീപ്പ് ലേബർ അവൈലബിൾ ഹു ക്യാൻ ബി എക്സ്പ്ലോയിറ്റഡ് ഓൾസോ ബിക്കോസ് ഈ ഈസ് ബോണ്ടഡ് ലേബർ അല്ലേ. ഇതാണ് മോഡസ് ഓപ്പറandi. എനിബഡി ഈവൻ അൺഡോക്യുമെൻറ്റിൻ്റെ കയ്യിൽ എന്തിനാണ് ആംനസ്റ്റിയുടെ കാര്യം ഞാൻ മുമ്പേ പറഞ്ഞില്ല. ആംനസ്റ്റി അവിടുത്തെ അറബ് ഗവൺമെൻറ്റ്സ് പറയും ഞങ്ങൾ ഓവർ സ്റ്റേയിങ് ആയിട്ടുള്ള വർക്കേഴ്സിനെ ഞങ്ങൾ ബെനവലൻ്റ് ആയിട്ട് പുറത്തോട്ട് പറഞ്ഞുവിടാം. ബട്ട് ദർ ഇസ് എ ഡിഫറെൻറ്റ് തിങ് ഇൻ ദാറ്റ്. ഈ അൺഡോക്യുമെൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സ് മാർക്കറ്റിൽ കൂടിക്കഴിയുമ്പോൾ എനിക്കറിയാവുന്ന പല മലയാളി എംപ്ലോയേഴ്സും, ചെറിയ എംപ്ലോയേഴ്സ്, ഇപ്പോൾ 20 പേര് 30 പേരൊക്കെ വെച്ച് ചെറിയ കമ്പനി നടത്തുന്നവർ, അവർ വിസ കൊടുത്ത ആളെ കൊണ്ടുവരില്ല. അവർ ഈ അൺഡോക്യുമെൻ്റ് ആയിട്ടുള്ള ആൾക്കാരുള്ള പോക്കറ്റ്സ് ഉണ്ട്, അവിടെ പോയിട്ട് ഇവരെ ഹയർ ചെയ്യും. ഇവരെ ഹയർ ചെയ്യുമ്പോൾ എന്താണെന്നറിയോ, വിസ കൊടുത്ത ഒരാളെ കൊണ്ടുവന്നാൽ ഫോർ എക്സാമ്പിൾ ഒരു $10 കൊടുക്കണമെന്നുണ്ടെങ്കിൽ അൺഡോക്യുമെൻറ്റഡ് ആയിട്ടുള്ള ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഹയർ ചെയ്താൽ $5 കൊടുത്താൽ മതി. അവന് താമസം കൊടുക്കണ്ട, അവന് ഭക്ഷണം കൊടുക്കണ്ട, അവന് ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കണ്ട, ഒന്നും നോക്കണ്ട. നിങ്ങൾക്ക് $5 ഒരാളെ വർക്കറിനെ പർച്ചേസ് ചെയ്തിട്ട് പണിയെടുപ്പിച്ചിട്ട് അവനോട് ഇറങ്ങി പോകാൻ പറയാം. ദാറ്റ്സ് ഇറ്റ്. സോ അൺഡോക്യുമെൻറ്റഡ് വർക്കേഴ്സിന് അങ്ങനെ പറയാം. അപ്പം അറബ് ഗവൺമെൻറ്റ്സ് എന്താ ചിന്തിക്കുന്നത് പറയുക, ഇവിടെ ഇതിങ്ങനെ വിട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാരണം ഈ വിസ എന്ന് പറയുന്നതിൻ്റെ അകത്ത് ചെറിയൊരു റവന്യൂ ഗവൺമെൻറ്റിന് പോകുന്നുണ്ട്. അപ്പോൾ അത് അവരെ ഇടിക്കും. അപ്പോൾ അവർ നോക്കും അൺഡോക്യുമെൻറ്റഡ് വർക്കേഴ്സിൻ്റെ ഒരു സാച്ചുറേഷൻ പോയിന്റ് എത്തിക്കഴിയുമ്പോൾ ഉടനെ ആംനസ്റ്റി അങ്ങ് പ്രഖ്യാപിച്ച് മാർക്കറ്റ് ക്ലീനപ്പാണ് ആംനസ്റ്റി. മാർക്കറ്റ് അങ്ങ് ക്ലീനപ്പ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ എംപ്ലോയറിന് ഈ അൺഡോക്യുമെൻറ്റഡ് വർക്കറിനെ കിട്ടില്ല. അപ്പോൾ പിന്നെ അവൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ പൈസ കെട്ടി വെക്കണം. ആ പൈസ ഇവിടെ നിന്ന് ഏജൻറ്റ് വഴി ഈ വർക്കറിൻ്റെ നിന്ന് മേടിച്ച് ഇത് മണി ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യും. സോ ബേസിക്കലി എക്സ്പ്ലോയിറ്റേഷന് ഉതകുന്ന കഫാലയും ഇത് രണ്ടും കൂടി ചേരുമ്പോൾ എനിബഡി ഹു നോസ് എ ലിറ്റിൽ ബിറ്റ് ട്രിക്സ് ഓഫ് ബിസിനസ് ക്യാൻ മിൻറ്റ് മണി ഇൻ ഗൾഫ്. ഇതാണ് ബേസിക്കലി നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു ചോദ്യം, കാരണം താങ്കൾ ഈ മേഖലയെപ്പറ്റി കൂടുതൽ റിസർച്ച് ചെയ്യുന്ന ഒരാളാണ്. ഈ പറയുന്ന സൗദി അറേബ്യയിലും മറ്റുള്ള അറേബ്യൻ രാജ്യങ്ങളിൽ ഈ സ്വദേശീവൽക്കരണം വളരെ ഇൻറ്റൻസിഫൈ ചെയ്യുന്നതാണ്. അതിൻ്റെ റീസൺ അതിലേറ്റവും കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഇല്ലാതാകുന്ന മലയാളികളാണെന്നും പറയുന്നു. ഇതിനെപ്പറ്റി ക്രിസ്പായിട്ടെന്ന് പറയാം. ഓക്കെ, സ്വദേശീവൽക്കരണം നടക്കാൻ കാരണം എന്ന് വെച്ചാൽ 2008 UAE വലിയ റിയൽ എസ്റ്റേറ്റ് ഡൗൺ ഉണ്ടായി കഴിഞ്ഞു. സോ ഇറ്റ് അഫക്റ്റഡ് ദ എൻ്റയർ GCC. ആ എക്കോണമി ഡൗൺ ആയപ്പോൾ 2014 കറക്റ്റ് 6 ഇയേഴ്സ് 2014 ഓയിൽ പ്രൈസ് GCC മൊത്തം ഡൗൺ ആയിപ്പോയി. ഈവൻ ഇറ്റ് കെയിം ഡൗൺ ടു $10. അപ്പോഴും എക്കോണമി ഹിറ്റായിപ്പോയി. 2020 ഇപ്പം കോവിഡ് വന്നു, അപ്പോഴും എക്കോണമി ഡൗൺ ആയിപ്പോയി. 2020 ഈവൻ ദ ഗൾഫ് കൺട്രി സ്റ്റാർട്ടഡ് ടു സെൽ ഓഫ് ദർ സോവറിൻ വെൽത്ത് ഫണ്ട് പോലും സെല് ചെയ്യാൻ തുടങ്ങി. കാരണം അവിടുത്തെ ഏറ്റവും വലിയ വരുമാനം എന്ന് പറഞ്ഞാൽ ഓയിൽ വിൽക്കണം, എയർലൈൻ പറക്കണം,
ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി, ടൂറിസം ഇൻഡസ്ട്രി, ഇത് മൊത്തം കോവിഡിൽ നിന്ന് പോയി. ഓയിലിന് ഡിമാൻഡും ഇല്ല, ആരും വാങ്ങിക്കുന്നുമില്ല. ഇപ്പം നേരത്തെ മാത്യു സാർ പറഞ്ഞ പോലെ ഓയിൽ നമ്മളോട് വാങ്ങിക്കാൻ വേണ്ടി അവിടുത്തെ സർക്കാരുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് മൂന്നും എക്കോണമിക് ക്രൈസിസ് കൊണ്ടുവന്നു. എക്കോണമിക് ക്രൈസിസ് വന്നു കഴിയുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ അവിടുത്തെ ഗവൺമെൻറ്, അവിടുത്തെ നാഷണൽസ് ഒരുപാട് വെൽഫെയർ മെഷേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വെൽഫെയർ മെഷേഴ്സിനുള്ള പൈസ പോകാതെ വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രഷർ കുക്ക് പൊട്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ലീക്ക് ചെയ്യുന്നതാണ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ളത്. അങ്ങനെയാണ് നാഷണലൈസേഷൻ്റെ ഈ റേറ്റ് കൂട്ടിക്കൊണ്ടുവരുന്നത്. അങ്ങനെ നാഷണലൈസേഷൻ റേറ്റ് കൂടുമ്പോൾ ഇതിനകത്ത് ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ നൺ ഓഫ് ദ അറബ്സ് വിൽ ബി റെഡി ടു ഡു എ മേസൺ ജോബ്, കാർപ്പൻ്റർ ജോബ്. ദേ ഡോണ്ട് നോ ഓൾസോ. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ജോബ് എന്താണ്? അവർ സ്കിൽഡും അല്ല. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ദേ ക്യാൻ സിറ്റ് ഇൻ ഓഫീസ്, AC ഓഫീസിൽ ഇരിക്കാൻ പറ്റും. ദേ ക്യാൻ ബി എ റിസപ്ഷനിസ്റ്റ്, ദേ ക്യാൻ ബി എ ക്ലർക്ക്, ദേ ക്യാൻ ബി എൻ അക്കൗണ്ടൻറ്റ്, ദേ ക്യാൻ ബി എ മാനേജർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഈ മലയാളികളുടെ ജോലി തെറിക്കുക എന്ന് പറയുന്നത്. കാരണം മലയാളികൾ ഇപ്പോൾ സെക്കൻഡ് ജനറേഷനോ തേർഡ് ജനറേഷനോ അവിടെ പോയിട്ട് സ്കിൽഡ് ആയിട്ടുള്ള ജോബാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മൾ ഓഫീസിൽ അക്കൗണ്ട് നോക്കും, ക്ലർക്കായിരിക്കാം, അക്കൗണ്ടൻ്റ് ആവും. അപ്പം നമ്മുടെ ജോലി വൈറ്റ് കോളർ ജോബ്. അപ്പോൾ വൈറ്റ് കോളർ ജോബ് അത് മിഡ് ലെവലിലെ വൈറ്റ് കോളർ ജോബേ തെറിക്കത്തുള്ളൂ. ഒരു അറബിൻ്റെ കയ്യിൽ ഒരു കമ്പനിയുടെ CEO ആയിട്ട് വെക്കാനുള്ള കാപ്പബിലിറ്റി അവർക്കിപ്പോൾ പല കമ്പനികൾക്കും പല രാജ്യങ്ങളും സാധിച്ചിട്ടില്ല. ഡെഫിനറ്റ്ലി ദർ ഷുഡ് ബി വൺ മലയാളി ഓർ എൻ ഇംഗ്ലീഷ് വൈറ്റ് ഗൈ ആയിരിക്കണം. അതല്ലാതെ നടുക്ക് ഫയർ ചെയ്യാൻ പറ്റുന്നത് ഇതാണ്. ഈ ക്ലർക്ക്, അക്കൗണ്ടന്റ്, കാഷ്യർ, റിസപ്ഷനിസ്റ്റ്, അങ്ങനെയുള്ള ആൾക്കാരെ മൊത്തം ഫയർ. മൊബൈൽ കടയിൽ ജോലി മൊബൈൽ കടയിൽ. പക്ഷേ മൊബൈൽ കടയിൽ ജോലി ചെയ്താൽ മൊബൈൽ എങ്ങനെ റിപ്പയർ ചെയ്യണമെന്ന് ഇവർക്ക് അറിയത്തില്ല. അങ്ങനെ നമുക്ക് അതിനെ അങ്ങനെ റിപ്പയർ ചെയ്യാൻ നമ്മുടെ ആൾക്കാർ വേണം. ബട്ട് ആ സെല്ലിംഗ് കൗണ്ടറിൽ ഒരാൾ അറബാകാം. ആ അറബ് മറ്റൊരു അറബ് വരുമ്പോൾ ഹി ഓൾസോ വിൽ ഫീൽ ഫ്രണ്ട്ലി. ഓക്കെ, എൻ്റെ ആളാണ്, സോ ഹി അണ്ടർസ്റ്റാൻഡ് മൈ ലാംഗ്വേജ്. അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്ത് ഈ എക്കോണമിക് ക്രൈസിസ് വരുമ്പോൾ ആ വെൽഫെയർ മെഷേഴ്സ് കട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ജോബ് കൊടുത്തേ പറ്റത്തുള്ളൂ. ബിക്കോസ് ദീസ് ഗൈസ് ഗെറ്റ് ലോട്ട് ഓഫ് ഫ്രീ ബൈബ്സ്. പെട്രോൾ അടിക്കാൻ പറ്റും ഫ്രീ ആയിട്ട്, മറ്റ് പല ആനുകൂല്യങ്ങളുണ്ട്. അപ്പോൾ ക്രൈസിസ് ആയി കഴിയുമ്പോൾ ഗവൺമെൻറ് പറയും ഞങ്ങൾ കുറച്ചൊന്ന് സ്ലാഷ് ഡൗൺ ചെയ്യുക, അല്ലെങ്കിൽ പെട്രോൾ പ്രൈസ് ഞങ്ങൾ കൂട്ടുകയെന്ന് പറയും. അപ്പോൾ പെട്രോൾ പ്രൈസൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിത നിലവാരത്തിൽ ഇനി കൂടുതൽ പൈസ ഇറക്കേണ്ടി വരും. സോ വി നീഡ് ജോബ്സ് എന്ന് നാഷണൽസ് പറയും. അപ്പോൾ നാഷണൽസിന് ജോബ് എവിടെ കൊടുക്കാൻ പറ്റും? അവരെ കൊണ്ട് കാർപ്പൻ്റർ ആക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അവരെ കൊണ്ട് CEO ആക്കാൻ പറ്റുമോ? CEO ആക്കുന്നവർ ചെറിയ ആൾക്കാരെ CEO ആകുന്നവരൊക്കെ ഉണ്ട്. എനിക്കറിയാവുന്ന CEO, അറബ് CEOs ഹാർവാർഡിലും മറ്റേ വലിയ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ച് വെസ്റ്റേൺ എഡ്യൂക്കേറ്റഡ് ആൾക്കാരുണ്ട്. ബട്ട് ആദ്യം ജോബ് എളുപ്പം കൊടുക്കാൻ പറ്റും, ഇന്ന് വിളിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു ക്ലർക്ക് ജോബായിരിക്കും, കാഷ്യർ ജോബായിരിക്കും, അക്കൗണ്ടൻറ്റ് ജോബായിരിക്കും. ആ ജോബ് ആരാ ചെയ്യുന്നത്? മലയാളികളാണ് ചെയ്യുന്നത്. സോ വി ലൂസ് അവർ ഓപ്പർച്യൂണിറ്റി ആൻഡ് വി കാൻ സേ എനിത്തിങ് ടു ദാറ്റ്. വി ആർ ദർ നോട്ട് ഫോർ എ റെഗുലർ സിറ്റിസൺഷിപ്പിന് പോയതല്ല. വി വെൻറ്റ് എസ് എ 2-year ജോബ് വിസ. സോ വെൻ ദ ഗവൺമെൻറ് സേസ് ദാറ്റ് വി ഡോണ്ട് വാണ്ട് യു ജസ്റ്റ് ഗെറ്റ് ഔട്ട്. ദാറ്റ്സ് ഇറ്റ്. അതേപോലെ നമുക്ക് വേറെ ടോപ്പിക്, റിജി ഭയങ്കരമായിട്ട് പിണറായി ബൈറ്ററാണ്. അതിൻ്റെ കാരണം എന്ത്? Nothing like that. Pinarayi biter എന്ന് പറഞ്ഞാൽ, see, I always stand for workers' rights. That's the thing. My main cause is that workers should get a decent working condition and his human rights should be respected, honored. Most of the time I see that especially migrant workers, Kerala migrant workers in the Gulf get betrayed by Pinarayi's policies or his government policies, which I don't expect from a workers' party or a communist party. That might be the reason that people are saying that I'm a Pinarayi biter. I'm not a Pinarayi biter. I'm a critic of Pinarayi, and he can do a better job than many other government because basically he is a communist leader. He should understand more what a worker is facing. അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റാതെ if he takes some policies which is not helping the worker, then even കോവിഡിൻ്റെ സമയത്ത് വന്നപ്പോൾ പോലും when there were several chartered flights were arranged, ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഡില്ലി ഡാലിങ് ചെയ്തിട്ട് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിൽ പാസിംഗ് ദ ബക്ക് കളിച്ചപ്പോൾ മെനി ചാർട്ടേഡ് ഫ്ലൈറ്റ്സ് വിച്ച് were booked and arranged had to be halted in the Gulf countries. And when do the chartered flights were arranged? വന്ദേ ഭാരത മിഷനിൽ ഫ്ലൈറ്റുകൾ തികയുന്നില്ല എന്ന് വന്നപ്പോൾ ചില സാമൂഹിക ഓർഗനൈസേഷൻസ്, KMCC, OSIC പോലുള്ള ഓർഗനൈസേഷൻസ് ഈ ചാർട്ടേഡ് ഫ്ലൈറ്റ്സ് അറേഞ്ച് ചെയ്തിട്ട് സ്ട്രാൻഡഡ് ആയിട്ട് കിടക്കുന്ന പൈസ ഇല്ലാതിരിക്കുന്ന തൊഴിലാളികളെ നാട്ടിലോട്ട് ഫ്രീ ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അവരെങ്ങനെയെങ്കിലും ഇവിടെ വന്നെത്തട്ടെ എന്നുള്ളതിന് പിണറായി വിജയൻ നേതൃത്വം എടുക്കുന്നതിന് പകരം അത് സെൻട്രൽ ഗവൺമെൻറ് റെസ്പോൺസിബിലിറ്റിയാണ്, ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അല്ല, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ആൻഡ് അറ്റ് ദ ടൈം there was something else also. നിങ്ങൾ ആൻറ്റി കമ്മ്യൂണിസ്റ്റ് അല്ല? I'm not an anti-communist. I'm a workers' rights person. അതിനകത്ത് ഒരു കാര്യം കൂടി പറയാം. തബ്ലീഗ് കോവിഡ് നമുക്ക് ഓർമ്മയുണ്ടല്ലോ ഡൽഹിയിൽ. സിമിലർ തിങ് പ്രവാസി കോവിഡ് ഇവിടെ ഉണ്ടായിരുന്നു. പീപ്പിൾ ആർ അഫ്രൈഡ്. ഒരു കാലഘട്ടത്തിൽ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ കുടുംബം മൊത്തം വന്നിട്ട് പ്രവാസിയെ വണ്ടിക്കകത്ത് കയറ്റി വീട്ടിൽ കൊണ്ടുവരുന്നു. കോവിഡിൻ്റെ സമയത്ത് ഈ പറയുന്ന റോങ് നോഷൻസ് വന്നപ്പം
പാതിരാത്രിക്ക് വീട്ടിൽ കയറിയ എൻ്റെ പ്രവാസി ഫ്രണ്ട്സ് ഉണ്ട്. പാതിരാത്രിക്ക് അയൽവക്കംകാർ അറിയാം. എനിക്കറിയാവുന്ന വസ്തുത. കാരണം ഇവിടെ ഒരു സൈക്കോ ഫിയർ ഉണ്ടാക്കി. ഫിയർ അത് വല്ലാതെ അത് പിണറായി ഗവൺമെന്റ് വിജയന്റെ ഫെയിലിയർ തന്നെയാണ്. അതായിരുന്നു ഒരു ആവശ്യമില്ലാത്തൊരു ഫിയർ ഉണ്ടാക്കി. സോ ദാറ്റ്സ് ദ ഇഷ്യൂ. ഹി സപ്പോസ് ടു ഡു ബെറ്റർ ജോബ്.